ആഫ്രിക്കൻ യാത്രയുടെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് കമന്റ്സ് നെഗറ്റീവായിട്ടും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു. ഒരു റീസൺ പോലും ഇല്ലാതെ ഇങ്ങനെ ചീത്ത വിളിക്കും തെറി വിളിക്കും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കും ഇവരുടെ ഒരു മൈൻഡ് എന്തായിരിക്കും. എനിക്ക് എന്താ പറയാ ലജ്ജയാണെന്ന് തോന്നുന്നു. കാരണം 2024 ഇപ്പൊ എന്നിട്ടും ആളുകളുടെ ചിന്താഗതി മുന്നിലോട്ടല്ല പുറകിലോട്ടാണ് പോകുന്നത്. നീ എന്തെങ്കിലും നടക്കുന്നത്, നീ മോശക്കാരിയാണ്. ഇതുവരെ എന്നോട് അങ്ങനെ ആരും ചോദിച്ചില്ല, അതിലുള്ള ധൈര്യമില്ല. എൻ്റെ വീട്ടുകാർ ഇന്നേ വരെ എൻ്റെ അടുത്ത് എന്തിനാ നീ ഇൻസ്റ്റയിൽ അങ്ങനെ ഇട്ടത്, അത് ഡിലീറ്റ് എന്ന് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കുന്നു, ജോലിയാവുന്നു, ആ ഒരു ഇത് ഫോളോ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഒരു ഹസ്ബൻഡ് വീട്ടിൽ പോയി താമസിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഹസ്ബൻഡിന്റെ മദറിന്റെയും പെർമിഷൻ വേണം. ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലൊരു പേടി തോന്നാറുള്ളൂ. അതായത് സേഫ് ആണോ എന്നൊരു ചിന്ത അവിടെ വരുന്നത് ഇന്ത്യയിലുള്ളപ്പോഴാണ്. എനിക്ക് അങ്ങനെ ഏത് ഫുഡും ഞാൻ മനുഷ്യന്റെ മാംസം അല്ലാതെ ഏത് കിട്ടിയാലും ഞാൻ കഴിക്കും. പല ആളുകളും അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ മാറ്റി നിർത്താറൊക്കെ ഉണ്ട്. വെൽക്കം ടു ഇൻസൈറ്റ്സ് വിത്ത് അനഘ. നമ്മുടെ കൂടെ ഇന്നുള്ളത് ട്രാവൽ ബ്ലോഗർ ബാക്ക് പാക്കർ അരുണിമയാണ്. വെൽക്കം. ഹായ് അരുണിമ, ഒരുപാട് യാത്രകൾ ചെയ്ത് ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ച് വന്നിട്ടാണ് വീണ്ടും മാസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. അതെ. വീണ്ടും വീണ്ടും ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആ ഘടകം അതെന്താണ്? ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ യാത്ര ചെയ്ത് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ സെറ്റിൽ ആവാൻ ഇഷ്ടമല്ല. പിന്നെ നമ്മളുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ആ ഒരു സെയിം പാറ്റേൺ ഉണ്ടല്ലോ, അതായത് ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കുന്നു, ജോലിയാവുന്നു, ആ ഒരു ഇത് ഫോളോ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ട്രാവൽ എൻ്റെ പാഷനായിരുന്നു. ഇപ്പം ഞാനത് യൂട്യൂബിലൂടെയൊക്കെ പ്രൊഫഷനായിട്ട് അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനിലാണ്. സോ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നു, അതെൻ്റെ ഒരു പാഷനാണ്, അധികം ഫോളോ ചെയ്യുന്നു. ഇവിടെ നിന്നാണ് ഇതുപോലെ വേൾഡൊക്കെ ചുറ്റി സഞ്ചരിക്കണം എന്നുള്ളൊരു യാത്ര ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്നുള്ളൊരു തോട്ട് ഉണ്ടാവുന്നത്? അങ്ങനെയില്ല. ഞാൻ ഏവിയേഷൻ പഠിക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ കൊറോണ ഒക്കെ വന്ന് ലോക്ക്ഡൗൺ വന്നു ഫസ്റ്റ്. അതിനുശേഷം ഞാനിങ്ങനെ ഒട്ടും ഒതുങ്ങിയിരിക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. കുറേ നാൾ 3 months അങ്ങനെ ഇരുന്നപ്പോൾ വീട്ടിൽ. അതിനുശേഷം പിന്നെ ഞാൻ വിചാരിച്ചു ഒരു 2 years കംപ്ലീറ്റ്ലി ഫുള്ള് ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്ത് പിന്നീട് കുറച്ച് ക്യാഷൊക്കെ ആയിട്ട് ഇൻ്റർനാഷണൽ അങ്ങനെയായിരുന്നു പ്ലാൻ. പക്ഷെ പിന്നീട് യാത്ര തുടങ്ങി. ഇന്ത്യയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വരുമാനമൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വെച്ചു ഇത് തന്നെ ഫുൾ ടൈം കൊണ്ടുപോകാം എന്നുള്ളൊരു പ്ലാനിൽ എന്താക്കി. എനിക്ക് യാത്ര ചെയ്യാൻ അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് അതിങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നു. ഒരു 1 year മുന്നേ 1 year 4 months മുന്നേ ഒരു സൈക്കിൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത് ഫുള്ളായിട്ടില്ല. ഞാൻ ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ റുവാണ്ടയിൽ വെച്ച് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് വന്നു. പിന്നെ ഇപ്പം എൻ്റെ പാസ്പോർട്ട് തീർന്നപ്പോൾ നാട്ടിലേക്ക് വന്നു. വീണ്ടും ഞാൻ ഈ നെക്സ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ പോയതിനു ശേഷം പിന്നീട് മേ ബി നെക്സ്റ്റ് ഇയർ വീണ്ടും റീകണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഫ്രിക്കയിലേക്ക് തന്നെ പോകും. കാരണം അവിടെ ഇപ്പോൾ ഒരു 7 countries പോയിട്ടുള്ളൂ. അവിടെ ഇനി ഒരു 10 countries കൂടെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ സൈക്കിളും സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക് ഏരിയ ഉണ്ടാവും. ചില ആളുകൾ ഒരു നാട്ടിൽ പോയാൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിരിക്കും ചിലപ്പോൾ തിരഞ്ഞെടുക്കുക. ചില ആളുകൾ റൂറൽ ഏരിയാസ് ആണ് ചൂസ് ചെയ്യുക. അരുണിമയുടെ വ്ളോഗ്സിലധികം റൂറൽ ഏരിയാസ് ചൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അരുണിമ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള പ്ലേസ് ചൂസ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്? ആക്ച്വലി ഞാൻ എൻ്റെ ട്രാവൽ എന്ന് പറയുന്നത് അനുഭവങ്ങളാണ് എല്ലാം. അതായത് എല്ലാ രീതിയിലും അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ സിറ്റീസും വിസിറ്റ് ചെയ്യാറുണ്ട്, വില്ലേജസും ടൂറിസ്റ്റ് സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ ഒരു സന്തോഷം കിട്ടുന്നത് അല്ലെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ വില്ലേജസിലൊക്കെ പോയിട്ട് അവിടുത്തെ ആളുകളുടെ ജീവിത രീതി പഠിച്ചുകൊണ്ട് അവരിൽ ഒരാളായിട്ട് ജീവിച്ച്, അതായത് അങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഓരോ ദിവസവും എനിക്ക് ഓരോ ഫാമിലിയാണ്. അവർ ചോദിക്കുമ്പോൾ തന്നെ ഞാൻ പറയും ഇന്ന് നിങ്ങളാണ് എൻ്റെ ഫാമിലി, നാളെ വേറെ ആളുകളായിരിക്കും. ആ ഒരു രീതിയിൽ പോകുമ്പോൾ ഞാൻ ഓരോ ദിവസവും കിടന്നുറങ്ങി എണീക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതിയും ഭക്ഷണ രീതിയും വസ്ത്രധാരണയും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. സോ എനിക്ക് തന്നെ തോന്നും ഞാനിങ്ങനെ പുതിയ ആളായിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന്. അപ്പോൾ ആ ഒരു ലൈഫ് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ട്രാവലർ മാത്രമല്ല, നമ്മളൊപ്പം വ്ളോഗും കൂടെ ചെയ്യുന്നുണ്ട്, ഒരു വ്ളോഗർ കൂടിയാണ്. അപ്പോൾ നമ്മളൊരു നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ നാടിൻ്റെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ച്, ഒരു ചരിത്രത്തെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും വ്ളോഗിൽ പറയുന്ന സമയത്തൊക്കെ. അങ്ങനെ ഒരു നാട് ചൂസ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കാറുണ്ട്? അങ്ങനെ ഞാൻ ഒരുപാട് പഠിച്ചിട്ട് പോകുന്ന ഒരാളല്ല. പിന്നെ അങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസസും മൊനുമെന്റ്സിൽ പോകുന്നത് വളരെ കുറവാണ്. ഞാൻ അല്ലാത്ത ആ ഒരു എന്താ പറയുക ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് ഈ പറഞ്ഞ ജീവിത രീതി, അതായത് വ്യത്യസ്തമായിട്ടുള്ള രീതികളായിരിക്കുമല്ലോ ഓരോ സ്ഥലങ്ങളിലും. ഈവൻ
കേരളത്തിൽ പോലും ട്രിവാൻഡ്രത്തുള്ള രീതി ആയിരിക്കില്ല കാസർഗോഡ്. അപ്പോൾ അതുപോലെ എനിക്ക് അങ്ങനെ അറിയാനാണ് കൂടുതൽ താല്പര്യം. ഒരു ടൂറിസ്റ്റ് സ്ഥലം മാത്രമല്ല, പക്ഷെ എനിക്ക് വാട്ടർഫോൾസ്, ട്രക്കിംഗ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകാറുണ്ട്. വെള്ളം ഭയാണെന്ന് അരുണിമ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒരുപാട് വെള്ളത്തിലൊക്കെ ഉള്ള വീഡിയോസ് വന്നിട്ടുണ്ട്. എന്തായാലും പേടിയാ. അത് ഇതുവരെ മാറിയിട്ടില്ല. നീന്താൻ കുറച്ച് എനിക്കറിയാം, അങ്ങനെ അറിയില്ല നേരം പോലെ. പക്ഷെ സ്റ്റിൽ എനിക്ക് നല്ല പേടിയാണ്. അത് പറയുമ്പോൾ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അരുണിമ ഒരു 24 വയസ്സിനകത്ത് ഇത്രയും രാജ്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്ന ഒരു സ്ത്രീയാണ്. നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ തൊട്ടടുത്ത ദിവസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ വലിയൊരു നേരത്തെ പ്ലാനിങ് ഉണ്ട്. അരുണിമ എങ്ങനെയാണ് ഒരു ദിവസം പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്? ആക്ച്വലി ഞാനൊരു ഫുൾ ടൈം ട്രാവലർ ആയിട്ടാണുള്ളത്. ഇപ്പോൾ ഒരു ലാസ്റ്റ് 3 വർഷമായിട്ട് ഞാൻ ഫുൾ യാത്രയിൽ തന്നെയാണ്. എന്തെങ്കിലും ആവശ്യം വരുമ്പോഴായിരിക്കും ഞാൻ കേരളത്തിലേക്ക് വരുന്നത്. ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കേരളത്തിൽ വരുമായിരുന്നു. ഇന്ത്യക്ക് പുറത്തായപ്പോൾ പിന്നെ ഇന്ത്യയിലും കേരളത്തിലും അങ്ങനെ വരും. അല്ലാതെ അങ്ങനെ ഒരു യാത്രയ്ക്ക് പോയി വീണ്ടും തിരിച്ചു വന്നു, അടുത്ത യാത്ര പ്ലാൻ ചെയ്ത് പോയി, അങ്ങനെയല്ല എൻ്റെ ഒരു ഇത്. ഞാൻ ഓൾറെഡി ഫുൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പാസ്പോർട്ട് തീർന്നതുകൊണ്ട് എൻ്റെ പ്ലാൻ പെട്ടെന്ന് ഞാനിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ വന്നു. അതിനു മുന്നേ എൻ്റെ ഗ്രാൻഡ്മാൻ്റെ ഒരു മരണമായിട്ട് ഞാൻ വന്നു. അതിനു മുന്നേ എൻ്റെ ബ്രദറിൻ്റെ മാരേജിനാണ് ഞാൻ വന്നത്. അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴാണ് ഞാൻ ഇവിടെ വരാറുള്ളൂ. അല്ലാതെ ഞാനങ്ങനെ ഒരു പ്ലാനും ഞാൻ ചെയ്യാറില്ല. ഇപ്പം ഞാൻ നെക്സ്റ്റ് ഇങ്ങനെ നാട്ടിൽ കുറേ നാളായിട്ട് ഇന്ത്യയിൽ കുറേ യാത്ര ചെയ്യുന്നു, ലക്ഷദ്വീപ് ഒന്നും പോയിട്ടില്ല. അപ്പം അങ്ങോട്ട് പോകണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നത്. അത് ജസ്റ്റ് മനസ്സിലിങ്ങനെ തോന്നി, അപ്പം അത് പ്ലാൻ ചെയ്തു. പിന്നെ ശ്രീലങ്കയ്ക്ക് പോകണമെന്നുണ്ട്, അത് പിന്നെ അടുത്തുള്ള രാജ്യമായിട്ട് പോയിട്ടില്ല, അപ്പം അങ്ങനെ പോയി. അപ്പോൾ പിന്നെ ശ്രീലങ്കയ്ക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെയാണ് ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ പിന്നെ തിരിച്ച് ഇവിടെ വന്നിട്ട് ഞാൻ ഓൾറെഡി ഒരു പ്ലാൻ വരച്ച് വെച്ചിട്ടുണ്ടായി. പ്ലാൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഞാൻ അതായത് പ്ലാൻ ചെയ്യാന്ന് പറയുന്നത് ആകെ ചെയ്യുന്നത് ഒരു സ്ഥലത്ത് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അടുത്തുള്ള രാജ്യങ്ങളിലേക്ക് മാക്സിമം ഞാൻ പോകാൻ വേണ്ടി നോക്കും. അതായത് എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ ഫ്ലൈറ്റ് എടുത്ത് പോകുമ്പോൾ അത്രയും എക്സ്പെൻസ് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്രത്തോളം ഇപ്പോൾ ഒരു കൺട്രിയിൽ എത്തിയിട്ട് മിനിമം ഒരു 5-6 കൺട്രിയിൽ ബൈ റോഡ് വഴി നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഫ്ലൈറ്റ് മാത്രം എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഒരു പ്ലാൻ മാത്രം ചെയ്യും. അല്ലാതെ വേറെ ഞാൻ ഒരു പ്ലാനും ചെയ്യാറില്ല. ചില സ്ഥലത്തെല്ലാം ജസ്റ്റ് എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷമായിരിക്കും എവിടേക്കാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നത് ആ ഒരു ടൈമിലായിരിക്കും. പിന്നെ മലയാളികൾ എന്താ പറയുക, ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സഹായം എനിക്ക് പുറത്തുനിന്ന് കിട്ടാറുണ്ട്. എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്ത് അവരുടെ വീടുകളിലൊക്കെ പോയി താമസിക്കാറുണ്ട്, ഒരുപാട് ഹെൽപ്പ് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ സിറ്റികളിലൊക്കെ ഞാൻ അധികം ഇന്ത്യൻസിൻ്റെ വീട്ടിലും മലയാളീസിൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ സ്റ്റേ ചെയ്യാറുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു അധികം പ്ലാനൊന്നും ഇല്ലാത്തൊരു ട്രിപ്പ് പോകുന്ന സമയത്ത് ഇന്ന് രാത്രി എവിടെ നിൽക്കും, അല്ലെങ്കിൽ നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിലെത്തി, അപ്പോൾ ഇവിടെ നിൽക്കും എന്നുള്ളൊരു താമസത്തിൻ്റെ സമയത്ത് പലപ്പോഴും അരുണിമയുടെ മുഖമൊക്കെ മനസ്സിൽ കടന്നു വരാറുണ്ട്. അപ്പോൾ അത്തരം, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സേഫ്റ്റി എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ കിടന്നുറങ്ങുമ്പം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് കിടന്നുറങ്ങുക എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്കൊരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം വേണം. അങ്ങനെ ഒരു സ്ഥലം എങ്ങനെയാണ് ചൂസ് ചെയ്യാറ്? ആക്ച്വലി ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലൊരു പേടി തോന്നാറുള്ളൂ. അതായത് സേഫ് ആണോ എന്നൊരു ചിന്ത അവിടെ വരുന്നത് ഇന്ത്യയിലുള്ളപ്പോഴാണ്. ഇന്ത്യക്ക് പുറത്ത് ഞാൻ ഏത് സമയത്താണെങ്കിലും അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് വരാറില്ല. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഫോണ് കാര്യങ്ങളൊക്കെ ഞാൻ സേഫ് ആണോ എന്നുള്ളൊരു ഇതേ വരും. അല്ലാതെ ഞാൻ സേഫ് ആണോ എന്നുള്ളൊരു തോട്ട് അവിടെ വരാറേ ഉണ്ടില്ല. പക്ഷെ ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് എനിക്ക് അങ്ങനെ പേടി തോന്നാറില്ല. അതാണ് അതിൻ്റെ മെയിൻ കാര്യം. ഞാനൊരു സ്ഥലത്ത് എത്തും, അപ്പോൾ എൻ്റെ ടെൻ്റ് ഉണ്ട്, മാറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, ബ്ലാങ്കറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ആരും ഇല്ലാത്ത ഏതൊരു സ്ഥലത്ത് എവിടെ പെട്ടുപോയാലും എനിക്കവിടെ ടെൻ്റ് അടിച്ച് എൻ്റെ ആ ഒരു ഡേ സർവൈവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ബാക്ക് പാക്കിലുണ്ടാവും. സോ ഞാൻ വെറീഡ് അല്ല. അതുകൊണ്ട് ആരുടെയും ഒരു ഹെൽപ്പ് വേണം എന്നുള്ളൊരു തോട്ട് അവിടെ വരുന്നില്ല. അപ്പോൾ പിന്നെ എനിക്കങ്ങനെ പേടിയില്ല. ഇന്ത്യയിൽ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അരുണിമ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ? അങ്ങനെ ഒരു ആലോചന നടത്തിയിട്ടുണ്ടോ? ഇന്ത്യയിൽ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇവിടുത്തെ പ്രകൃതിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അല്ലാതെ എനിക്ക് എവിടെയും അങ്ങനെ സെറ്റിൽ ആവാൻ താല്പര്യമില്ല. പക്ഷെ ഇന്ത്യയിൽ ഒരിക്കലും ഞാൻ സെറ്റിൽ ആവണം എന്ന് എനിക്ക് തോന്നുന്ന ഒരു സമയത്ത്
ഞാൻ ഒരിക്കലും ഇന്ത്യ പ്രിഫർ ചെയ്യില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇവിടുത്തെ സിസ്റ്റംസ്, പിന്നെ ഇവിടുത്തെ ഓരോ റൂൾസ് റെഗുലേഷൻസ് എന്നൊക്കെ എനിക്ക് കുറച്ചുകൂടെ പുറത്തുള്ള ബെറ്ററായി തോന്നി. ഇപ്പം അറിയാലോ, ഇന്ന് യങ്സ്റ്റേഴ്സ് എല്ലാം പുറത്ത് കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിനും എന്താ പറയുക, ഇവിടെ നല്ല എഡ്യൂക്കേഷനും ഇവിടെ എല്ലാം നല്ല സിസ്റ്റം ആയിരുന്നെങ്കിൽ എല്ലാവരും പുറത്തു പോവില്ല, ഇവിടെ തന്നെ നിൽക്കും. അപ്പോൾ എല്ലാവരും ബെറ്റർ ലൈഫ് എന്നുള്ള രീതിയിലാണ് പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കംഫർട്ട് സോൺ എന്ന രീതിയിൽ എവിടെയും സെറ്റ് ചെയ്തിട്ടില്ല. ഇല്ല, ഭാവിയിൽ ആലോചിക്കുമായിരിക്കും. അതൊന്നും ഞാൻ അങ്ങനെ ഒരുപാട് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്ന ഒരാളാണ്. ഇപ്പോഴത്തെ എൻ്റെ പ്ലാനിൽ എനിക്ക് എത്രത്തോളം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഫുൾ ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കാം. എനിക്ക് പിന്നീട് ഒരു സ്ഥലത്ത് സെറ്റിൽ ആവണം തോന്നുവാണെങ്കിൽ, മനുഷ്യരല്ലേ, മേ ബി ഒരു 10 years or 5 years കഴിയുമ്പോൾ എൻ്റെ ചിന്താഗതികളിൽ മാറ്റം വരുവാണെങ്കിൽ അത് ആ ടൈമിൽ അത് ചേഞ്ച് ചെയ്യും. കാരണം 5 years ബാക്ക് ഞാൻ തിങ്ക് ചെയ്യുമ്പോൾ അന്ന് ഞാൻ ഏവിയേഷൻ പഠിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ എയറോസ്റ്റസ് ആവണം എന്നായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഒരു നടപടിയായിട്ട് ഇങ്ങനെ നടക്കണം എന്നാണ് എൻ്റെ. അപ്പോൾ തോട്ട്സ് നമ്മൾ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ കറൻ്റ്ലി ഞാൻ അങ്ങനെ തന്നെ ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു പ്ലാനിലാണ്. അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഇന്ത്യയിൽ ലീഗൽ അല്ലാത്ത പല കാര്യങ്ങളും മറ്റ് രാജ്യങ്ങളിൽ ലീഗലാണ്. ഇപ്പം അരുണിമ തന്നെ ഇപ്പോൾ ചില പോസ്റ്റുകളൊക്കെ ഇടുന്ന സമയത്ത് ഇന്ത്യയിൽ ലീഗലല്ല, പക്ഷേ അത് മറ്റു രാജ്യങ്ങളിൽ ലീഗലാണ്. അപ്പം അത്തരം പോസ്റ്റുകൾ ഇടുന്ന സമയത്ത് പല നെഗറ്റീവ് കമൻസും അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അത് എന്താ പറയാ, ആളുകളുടെ ചിന്താഗതിയുടെ പ്രശ്നം തന്നെയാണ്. അതായത് നമ്മളൊരു സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ നമ്മൾ കണ്ടു വളർന്ന കാര്യങ്ങൾ പല രാജ്യങ്ങളും കാണാതെ, അതായത് ഒരു സൊസൈറ്റിയിൽ ആ ഒരു ഏരിയയിൽ നിന്ന് പുറത്തു പോകാത്ത ആളുകൾക്ക് പുറത്തെ ലോകത്തെ പറ്റി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നല്ലാതെ ഒരു അറിവുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളൂ. ഞാനത് കെയർ ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്ന എനിക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടുന്നു, അത്രേ ഉള്ളൂ. അതിന് ഞാൻ ഒരുപാട് ചില ടൈമിലൊക്കെ ഒരു റീസൺ പോലും ഇല്ലാതെ ഇങ്ങനെ ചീത്ത വിളിക്കും, തെറി വിളിക്കും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കും, ഇവരുടെ ഒരു മൈൻഡ് എന്തായിരിക്കും, ഇവർക്ക് പണിയില്ലാത്തതുകൊണ്ടാണോ, എന്തുകൊണ്ടായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നതെന്നിങ്ങനെ ആലോചിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ആലോചിക്കും, ഫേക്ക് അക്കൗണ്ട് നോക്കെ സ്വന്തം അക്കൗണ്ടൊന്നും ബാഡായിട്ടുള്ള കമൻസ് ഇടുകയാണെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് മറ്റുള്ളവർ അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും. അത് അവർക്ക് എന്താ പറയുക, വിവരമില്ലാത്തതുകൊണ്ടായിരിക്കും എന്നോർത്ത് ഞാൻ കെയർ ചെയ്യാറില്ല. ഞാൻ ചിലപ്പോൾ യാത്രേൻ്റെ ഇടയിൽ ചിലപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് എവിടെന്നെങ്കിലൊക്കെ ആയിരിക്കും ഞാൻ ചാർജ് ചെയ്യുന്നത്, പവർ ബാങ്കും അങ്ങനെയൊക്കെ പല സമയങ്ങളിലും. അപ്പം ഞാൻ പോസ്റ്റ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഫ്രീ ആകുമ്പോൾ ആയിരിക്കും ഞാൻ മെസ്സേജ് അയക്കണം. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സ് സ്ക്രീൻഷോട്ട് അയച്ചു തരും എനിക്ക്, നോക്ക് കമൻറ്റ് വന്നേക്കണം, നോക്ക് നീ കണ്ടോന്ന് ചോദിക്കും. കണ്ടോന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഞാൻ പോയിട്ട് എടുത്ത് നോക്കിയിട്ട് കമൻറ്റ് നോക്കുക. അങ്ങനെയേ കാണാറുള്ളൂ. അല്ലാതെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ട് അതിൽ തന്നെ നോക്കിയിരുന്ന് അതിനുള്ള സമയമില്ല. ഈ സമയമുള്ളവരാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ ഇതാക്കുന്നത്. ഞാൻ ഫ്രീ ടൈമിലെല്ലാം ഞാൻ റീൽസ് കാണാറുണ്ട്, അത്രേ ഉള്ളൂ. യാത്ര തരുന്നൊരു അനുഭവം വളരെ വലുതാണ്. ചിലപ്പോൾ ആ ഒരു യാത്രയിൽ നിന്നുള്ള പാകപ്പെടുത്തലായിരിക്കാം നമ്മുടെ പല ചിന്താഗതികളൊക്കെ മാറുന്നത്. അരുണിമേന ഒരു വ്യക്തി എന്ന രീതിയിൽ അരുണിമേന യാത്ര ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിച്ചിട്ടുള്ളത്? എൻ്റെ ചിന്താഗതികളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല, പക്ഷെ എൻ്റെ പേഴ്സണാലിറ്റിയിൽ കുറേ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഞാനൊട്ടും സെൻറ്റിമെൻറ്റ്സ് ഇമോഷൻസ് ഒക്കെ വളരെ കുറവുള്ള ആളായിരുന്നു. ഇപ്പം എനിക്കത് ഇത്തിരി കൂടുതലാണ്. പിന്നെ ഭയങ്കര ദേഷ്യമൊക്കെ ഉള്ള ആളായിരുന്നു. ഇപ്പോൾ ആ പേഷ്യൻസ് ലെവല് എക്സ്ട്രീമായിട്ട് മാറി. അത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല, എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ, നേപ്പാളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ദിവസമൊക്കെ 20 kilometer പോയിട്ട് എനിക്ക് വണ്ടിയൊന്നും കിട്ടാതെ പിന്നെ ഞാൻ 20 kilometer ഞാൻ എവിടെ എത്തുന്നു അവിടെ ടെൻ്റ് അടിച്ച് കിടന്നിട്ടുണ്ട്. പിന്നെ വേറെ സ്ഥലങ്ങളിലും വണ്ടി കിട്ടാതെയൊക്കെ 6 മണിക്കൂറൊക്കെ ഹൈവേയിൽ ഇങ്ങനെ ലിഫ്റ്റ് അടിച്ച് നിൽക്കുക എന്ന് പറയണത് എനിക്ക് തന്നെ അറിയുന്നില്ല. ഞാൻ പിന്നെ എന്തുകൊണ്ട് അപ്പം ഞാൻ കുറച്ച് പൈസ ഉള്ളൂ. അപ്പോൾ ബഡ്ജറ്റ് ട്രാവലിംഗ് ചെയ്യുമ്പോൾ കുറച്ച് പൈസ എന്തായാലും ഉണ്ടാവും. എന്തായാലും ചിലപ്പോൾ അത് ഫുഡിന് മാറ്റി വെച്ചിരിക്കും. മേ ബി അത്രയും വണ്ടി കിട്ടിയില്ലെങ്കിലും വണ്ടിയിലേ പോകുള്ളൂ എന്നുള്ളൊരു ഇതിൽ നിൽക്കുന്നു. ബസ് എടുത്തൊന്നും പോകുന്നില്ല, ട്രെയിനിൽ മാത്രമാണ് ഇടയ്ക്ക് പോകും. അപ്പോൾ എനിക്ക് തന്നെ അറിയില്ല ആ ഒരു പേഷ്യൻസ് ലെവൽ എവിടുന്നാണ് കിട്ടിയെന്ന്. ചെറിയ കാര്യത്തിന് പോലും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. പക്ഷെ ആ ഒരു യാത്രേനെ അത്രമേൽ സ്നേഹിച്ച് അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. ആ കഷ്ടപ്പാടുകളൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ടെൻ്റ് അടിക്കുന്ന സമയത്ത് ചൂടുള്ള സമയത്താണെന്നെങ്കിൽ നല്ല കൊതുവായിരിക്കും. അപ്പോൾ കൊതും ചൂടും അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പം ഏത് സിറ്റുവേഷനിൽ എവിടെ വേണമെങ്കിൽ പോയാൽ ഒരു പ്രശ്നമില്ല, ഫുള്ള് മാറി. ആ ഒരു മാറ്റം എന്ന് പറയണത് ഞാനൊന്നും ചെയ്യാതെ എനിക്ക് തന്നെ കിട്ടിയൊരു ഇതായിട്ട്, എൻ്റെ ഒരു ഇതായിട്ടാണ്. ആ ഒരു സംഭവമാണ് എനിക്കൊരു എന്താ പറയുക, എൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് എന്നെക്കൊണ്ട് മാറ്റാൻ പറ്റില്ല എന്ന് വിചാരിച്ച കുറേ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പോലും അറിയാതെ
തന്നെ മാറിയ ഒരു കാര്യമാണ്. അത് എൻ്റെ ട്രാവൽ ആണ് അതിനുള്ള റീസൺ. ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും നടക്കാത്ത, ഇപ്പോൾ വർഷത്തിൽ പോലും ഒരു ട്രിപ്പ് പോകാൻ കഴിയാത്ത ആളുകളുണ്ട്. പല കാരണങ്ങളായിരിക്കും, ചിലപ്പോൾ ഒരു സാമ്പത്തികം, പല കാരണങ്ങളാകും, മറ്റ് പല വിഷയങ്ങളും ഉണ്ടാവും. എപ്പോഴെങ്കിലും പണമില്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും സ്റ്റക്കായി പോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ലാവോസിലേതോ പോയ സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനൊരു വില്ലേജിലാണ്, ഭയങ്കര ഉള്ള ഏരിയ ആണ്. അപ്പോൾ ഒരു വീട്ടിൽ ഞാൻ അവിടെ അവരുള്ളതായിട്ട് നല്ല കമ്പനി അവിടെ താമസിച്ചു. പിറ്റേ ദിവസമായപ്പോൾ ഞാനവിടെ ബാഗും ഇതെല്ലാം വെച്ചിട്ട് അവിടുത്തെ കുറച്ച് ആളുകളുടെ കൂടെ ഞാൻ അവിടുത്തെ ഗ്രാമവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ക്യാമറയും ഫോണൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പൈസ ലിക്വിഡ് മണി ഉണ്ടായിരുന്നു, അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അതിൽ ക്യാഷ് കാണുന്നില്ല. ഞാൻ അപ്പം ക്യാഷ് നോക്കിയില്ല. അവിടുന്ന് ഞാൻ ഇറങ്ങി ബാഗൊക്കെ പാക്ക് ചെയ്ത് ലിഫ്റ്റ് അടിച്ച് കുറച്ച് സ്ഥലത്തെത്തി എന്തോ വെള്ളമോ എന്തോ മേടിക്കാൻ വേണ്ടി ക്യാഷ് നോക്കിയപ്പോഴാണ് ക്യാഷ് ഇല്ല അതിൽ. ഞാൻ ഫുള്ള് നോക്കി കാണാനില്ല. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റക്കായി. കാരണം ആ ഒരു ഏരിയയിൽ എനിക്ക് സിറ്റിയൊക്കെ ഒരു 200 കിലോമീറ്റർ പോയാലുള്ളൂ. പിന്നെ രാത്രിയാണ്, അങ്ങനെ പോകാനൊന്നുമില്ല. അപ്പം അടുത്തുള്ള ഭാഷയും അവിടെ ആർക്കും അറിയില്ല. അപ്പം അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എന്നാലും ആ ഒരു ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് എൻ്റെ ഒരു ഫ്രണ്ട് ലിങ്ക്ഡിൻ വഴിയൊക്കെ വേറെ ആരൊക്കെയോ കണക്ട് ചെയ്ത്, പിന്നെ അവിടുത്തെ ലാവോസിൽ തന്നെ ഏതോ ഇന്ത്യൻ അസോസിയേഷനിലെ ആൾക്കാരെ കണക്ട് ചെയ്ത് ഓൺലൈനിൽ ഒരു കടയിലേക്ക് ഇങ്ങനെ മണി ട്രാൻസ്ഫർ ഒക്കെ ചെയ്ത് എന്നിട്ട് ഞാൻ അവിടുന്ന് ക്യാഷ് മേടിച്ചു. അങ്ങനെയൊക്കെ അത് പക്ഷെ ആ ഒരു ദിവസം ഒരു വീട്ടിൽ അവരെനിക്ക് സ്റ്റേ തന്നു. ഞാൻ വീണ്ടും ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ച് ഒരു സ്ഥലത്ത് പോയിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ആണ് പിന്നെ അങ്ങനെ ആ ഒരു ക്യാഷൊക്കെ പിന്നെ എനിക്ക് കിട്ടി. അങ്ങനെ സ്റ്റക്കായിട്ടുള്ളൂ. അല്ലാതെ ക്യാഷ് അങ്ങനെ തീർന്നു വന്നിട്ട് ഇപ്പോൾ ഒരു രാജ്യത്താണെങ്കിൽ നമ്മൾ ഓൾറെഡി കുറച്ചൊരു പൈസ, ഇപ്പോൾ ഒരു $100 ഞാൻ ഓൾറെഡി അത് ബോർഡറിൽ നിന്നാണ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ എയർപോർട്ടിലാണെങ്കിൽ തന്നെ മാറിയിട്ട് നമ്മൾ എവിടെ ഷോപ്പിൽ പോയിട്ട് നമ്മളത് എക്സ്ചേഞ്ചിൽ അത് ചേഞ്ച് ചെയ്യും. പിന്നെ അത് തീരുമ്പോഴല്ല എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അതിന് തൊട്ട് മുന്നേ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നോക്കി എത്ര ദിവസം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ച് ഒരു ഏവറേജ് കാൽക്കുലേഷൻസ് ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്ട്രാ ഇതുണ്ടാവുമല്ലോ, ഫീസ് ഉണ്ടാവും. അങ്ങനെ അതിനനുസരിച്ച് നോക്കിയിട്ടാണ് പിന്നെ ക്യാഷ് ചെയ്യണം. അങ്ങനെ ക്യാഷ് അങ്ങനെ തീർന്നു പോകുന്നൊരു സിറ്റുവേഷൻ അല്ല. പിന്നെ എൻ്റെ ടൈറ്റ് വരാറുണ്ട്, അപ്പം ഞാനിങ്ങനെ റോൾ ചെയ്യും, ആരുടെ അടുത്തുനിന്നൊക്കെ മേടിച്ച് എൻ്റെ വീട്ടുകാരുടെ അടുത്ത് അങ്ങനെ റോൾ ചെയ്യും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് അത്ര തന്നെ ചെയ്യാറുണ്ട്. വ്ളോഗിങ് ആണ് അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഒരു ഇൻകം എന്ന് പറയുന്നത്. അതെ. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ യാത്ര ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ വ്ളോഗ് പുറത്തിറക്കേണ്ടതുണ്ട്. അപ്പം അതിൻ്റെ ഒരു എഡിറ്റിംഗ് കാര്യങ്ങൾ ഇതൊക്കെ അറിയുമ്പോൾ തന്നെ സ്വയം ചെയ്യുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഇതൊക്കെ ഒരുമിച്ച് യാത്രയ്ക്കപ്പം ഇതൊക്കെ ഈ എഡിറ്റിംഗ് വർക്കുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഒരുപാട് എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ വേറെ ഒരു ജോലി എന്നില്ല. ഞാനത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യം. വ്ളോഗ് എടുക്കുന്നതും എനിക്കതൊരു അത് എടുക്കണമല്ലോ എന്നോർത്തില്ല. എനിക്കും ഇഷ്ടമുള്ളപ്പോൾ മാത്രമേ ഞാൻ വ്ളോഗ് എടുക്കാറുള്ളൂ. ഞാൻ പല സമയത്തും എനിക്ക് മൂഡില്ലാത്തപ്പോഴോ ചിലപ്പോൾ ഞാൻ സ്ഥലങ്ങൾ പോയി കണ്ടിട്ടുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ അങ്ങനെ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ല. പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ടാൻസാനിയയിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരു 150 രൂപയൊക്കെയാണ് 1 GB വരുന്നത്, എന്താ പറയുക, റീചാർജ് ചെയ്യാൻ 1 GB. ഇവിടെ നമ്മൾ 151 രൂപയ്ക്ക് 30 GB കിട്ടും. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പോൾ വൈഫൈക്ക് വേണ്ടിയൊക്കെ ഞാൻ തിരഞ്ഞു നടക്കും അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ. പിന്നെ കുറച്ച് നെറ്റൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പൊക്കി പിടിച്ച് അവിടെ കറക്റ്റ് ഒരു സ്ഥലത്ത് ഒരു കട്ട കാണിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ വെച്ച് 4 മണിക്കൂറൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അപ്ലോഡ് ചെയ്യും. ചിലപ്പോൾ 3-4 ദിവസമായിട്ട് വീഡിയോ ഇടാതിരിക്കുക, 5-ാമത്തെ ദിവസമെങ്കിലും ഇടാന്ന് ഓർത്ത് നിൽക്കുമ്പോഴായിരിക്കും അപ്പോഴും കിട്ടില്ല. അപ്പം അങ്ങനെ ചിലപ്പോൾ ഒരു 10 days ഒക്കെ ഗ്യാപ്പ് വരും. എൻ്റെ വീഡിയോസിൽ യൂട്യൂബിൽ കമൻറ്റ് നോക്കിയാൽ കാണാം, എന്തായിരുന്നു ആ വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ. അവിടെ നിന്ന് അവർക്ക് കാണുമ്പോൾ ഈ ബിഹൈൻഡ് ദ സീൻ അവർ കാണുന്നില്ല, ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തേ എന്നുള്ളത്. എൻ്റെ മടി പിടിച്ചിട്ടാണ് എന്ന് ആലോചിക്കുന്നുണ്ടോ. പക്ഷെ ഞാൻ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും ആ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ ആ ഒരു സ്ട്രഗിൾ ഉണ്ട്. അത്രയാണ്. അപ്പോൾ നമ്മൾ അരുണിമയുടെ സ്ക്രീനിൽ കാണുന്ന വീഡിയോസിന് അപ്പുറത്തേക്ക് ഒരു ബാക്ക് ക്യാമറ എന്ന് പറയും, നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ. അത് മാത്രമല്ല, ഞാൻ വീഡിയോയിൽ ചില സമയത്ത് ഒരു 20 മിനിറ്റിന്റെ വീഡിയോയിലാണെങ്കിൽ ഒരു ഫുൾ ഡേ മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ ഉള്ള ഒരു ഇതിൽ 20 മിനിറ്റ്സ് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആക്ച്വലി വീഡിയോ ഫുള്ളായിട്ട് എടുക്കുവാണെങ്കിൽ മേ ബി എനിക്കൊരു 3 മണിക്കൂറിനുള്ള വീഡിയോ എങ്കിലും അതിലുണ്ടാവും. അത്രയും ഇൻസിഡൻസ് ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് ഇപ്പോൾ വിശന്നിരിക്കുമ്പോൾ ആരെങ്കിലും ഫുഡ് മേടിച്ചു തരുമോ, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി
ചിലപ്പോൾ ഞാൻ ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ ഫുഡൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ബാക്ക് പാക്ക് ഒക്കെ കാണുമ്പോൾ റേറ്റ് കൂടുതൽ പറയും. അപ്പോൾ അവിടെ വഴക്കൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ മേടിച്ചിട്ട് അതൊന്നും ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴായിരിക്കും ഞാൻ പറയുന്നത് ഞാൻ ഇത് ഇവിടെ വന്ന് കഴിച്ചു എന്ന് മാത്രമായിരിക്കും. എന്താ കഴിച്ചെന്ന് പോലും ചിലപ്പോൾ കാണിക്കാനുള്ള ആ വിശപ്പിൽ അതിൽ എടുത്തിട്ടുണ്ടാവില്ല. ചില സമയത്ത് അത് മറന്നു പോകും. പല സമയങ്ങളിലും ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇപ്പോൾ ഒരു വാട്ടർഫോളോ കാര്യങ്ങളോ പോയിട്ട് നമ്മളതിൽ ആസ്വദിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. പല സമയത്തും ഫോട്ടോസ് എടുക്കും, പക്ഷെ വീഡിയോസ് എടുക്കാൻ മറന്നു പോകുന്നൊരു നമ്മൾ അത്രമേൽ അതിൽ ഡിസോൾവ് ആയി പോകും. നമ്മളൊരു ട്രാവൽ. അതെ അതെ, നമ്മൾ ഒരുപാട് ആസ്വദിക്കുന്ന സമയങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ ഉപയോഗിക്കുന്നത് പറഞ്ഞു അരുണിമ. നമ്മളിപ്പോൾ ആഫ്രിക്കയിലൊക്കെ അരുണിമ സഞ്ചരിച്ച സമയത്ത് കണ്ടത് കുറച്ചും കൂടി ട്രൈബൽ ഏരിയാസിലാണ് യാത്ര ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പോലും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഭാഷ കൈകാര്യം ചെയ്യുന്നത്? ഭാഷ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആക്ഷനിൽ പോലും മനസ്സിലാവില്ല. ഇപ്പോൾ ആക്ച്വലി എനിക്ക് ആഫ്രിക്കയിൽ നിന്ന് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചൈന പോയ സമയത്ത് ഞാൻ ഇപ്പോൾ തിരിച്ച് വരാൻ വേണ്ടി എയർപോർട്ടിൽ ടെർമിനൽ 1 വന്നിട്ട് നോക്കിയപ്പോൾ ടെർമിനൽ 2 ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്തു. ഞാനാണെങ്കിൽ 1:30 എത്തുന്നത്, 2:50 ഇത്. അപ്പോൾ 45 മിനിറ്റ്സ് പിന്നെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞാൻ അവരുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് എന്താ ചെയ്യാന്ന് ചോദിക്കാൻ പോലും എവിടെയാന്ന് ചോദിക്കാൻ മനസ്സിലാവില്ല. ഇംഗ്ലീഷിൻ്റെ അവർക്കൊരു വാട്സ് നെയിം എന്ന് ചോദിച്ചാൽ പോലും മനസ്സിലാവില്ല, താങ്ക് യു എന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല. അപ്പം ഞാൻ ഒരാളോട് ചോദിക്കുന്നുണ്ട്, അപ്പം എൻ്റെ കയ്യിൽ ഫോണില്ല, സിം എടുത്തിട്ടില്ല, അപ്പോൾ എയർപോർട്ട് വൈഫൈയും കണക്ട് ആയിട്ടില്ല. അപ്പം ഞാൻ ഒരാൾക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഫോൺ അർജൻറ്റ്. ഞാൻ ഒന്നാമത് പാനിക്കായിട്ടിരിക്കുക, കാരണം ഫ്ലൈറ്റ് പോകുമെന്നുള്ള ടെൻഷനിൽ. അവർക്ക് അതുപോലെ മനസ്സിലാവുന്നില്ല. അപ്പം എനിക്കങ്ങ് ഉണ്ടായ കാരണം ആ ഒരു ടൈമിൽ കിട്ടുന്നില്ല. അത്ര പോലും ബുദ്ധിമുട്ടിയത് ചൈനയിൽ കുറച്ച് ദിവസം നിന്നുള്ളൂ, ഇനിയും ഞാൻ പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് എനിക്ക് തോന്നി. പക്ഷെ ആഫ്രിക്കയിൽ അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെങ്കിലും അവർക്കൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷെ ഈ ഒരുപാട് കാട്ടിലൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ അവരുടെ ഭാഷ തന്നെ എന്തൊക്കെയോ തരത്തിലുള്ള ഭാഷയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി കുറച്ച് ഒരു എന്താ പറയുക, വേറെ ഏതെങ്കിലും ഗ്രാമത്തിൽ ആരെങ്കിലും പരിചയപ്പെട്ടിട്ട് ഞാൻ ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. കുറച്ചെങ്കിലും ബേസിക് ആയിട്ടുള്ള ഒരു കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ ഒരാളെ ഇതാക്കിയിട്ട് ഞാൻ കുറച്ച് പൈസ അവരെ കൊടുത്തിട്ട് അവരെ ഒരു ഗൈഡ് ആക്കിയിട്ട് തന്നെ ഞാൻ അവിടെ എന്ന് പറയുമ്പോൾ പൈസ കൊടുക്കാൻ നമ്മൾ റെഡി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ആളുകൾ നമ്മളുടെ കൂടെ വരും. അങ്ങനെ വേറെ ഒരുപാട് ഡിമാൻഡ്സ് ഒന്നുമില്ല. അതായത് അത്രയും പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും, അതുകൊണ്ട് അവർ പൈസ കൊടുക്കാൻ എന്ത് ചെയ്യാനും റെഡിയാണ്. അങ്ങനെ ഞാൻ അവരുടെ കൂടെ പിന്നെ ഞാൻ അപ്പോൾ ബൈക്കോ എന്തെങ്കിലുമൊക്കെ റെൻറ്റിനെടുത്തിട്ട് അവരുടെ കൂടെ തന്നെ പിന്നെ ഈ സ്ഥലത്ത് പോയിട്ട് അപ്പോൾ അവർക്ക് ഇവരുടെ ഭാഷയെ അറിയുന്നുണ്ടാവും. അപ്പം ഞാൻ ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു ട്രാൻസ്ലേറ്റർ പോലെ ആ ഒരാളുണ്ടാവും. അധികം മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പം ചില ട്രൈബൽ ഏരിയകളൊക്കെ ഒരു ടൂറിസ്റ്റിക് പ്ലേസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെയൊക്കെ $100 ഒരു ദിവസം കൊടുത്ത് പോകേണ്ട സ്ഥലം, $100 8,000 rupees അതിൽ കൂടുതലായി. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് അറിയുന്ന എന്താ പറയുക ഇതേപോലെ ആളുകളെ പരിചയപ്പെട്ട് ആ കുറച്ച് ഡിസ്റ്റൻസുള്ള ഗ്രാമത്തിൽ പോയി നിന്ന് എൻ്റെ ഫുൾ കാര്യങ്ങൾ ഭാഷ അറിയില്ലേ പോലും ഞാൻ അവിടെ നിന്ന് അവർ ടെൻ്റൊക്കെ അടിച്ച് നിൽക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എൻ്റെ ഒരു യാത്രാ രീതി. അപ്പോൾ അവർ തന്നെ അറിയുന്ന ആൾക്കാരെ എങ്ങനെയും കണക്ട് ചെയ്ത് എന്നെ അങ്ങോട്ട് ചെറിയ പൈസയിലൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് പോകുന്നത്. ഞാൻ എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് വേൾഡിൽ തന്നെ ഏറ്റവും ലക്കിയസ്റ്റ് പേഴ്സൺ ഞാനാണെന്നൊക്കെ എനിക്ക് തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. എനിക്കെപ്പോഴും ഇങ്ങനെ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ വേവ്സ് പോലെയാണ്. എപ്പോഴും ഇങ്ങനെ മോശവും നല്ലതും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഒരു ബാഡ് നടന്നാൽ തന്നെ ഒരു ഗുഡ് എന്തായാലും സഡനായിട്ട് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അരുണിമയുടെ വ്ളോഗ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞതുപോലെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു ഗൈഡ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഉണ്ടാകും. അപ്പോൾ അവിടെ നിന്ന് തന്നെ ചില വേർഡ്സ്, ചില ഫുഡിൻ്റെ പേരുകൾ ഇതൊക്കെ പഠിച്ചു വെക്കുന്നുണ്ട്. എത്ര ഭാഷകൾ ഇപ്പോൾ അരുണിമ കൈകാര്യം ചെയ്യാൻ അറിയാം? അങ്ങനെ എനിക്ക് ഭാഷകളൊന്നും അറിയില്ല. ആ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ബേസിക് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പേരെന്താ, താങ്ക് യു, പിന്നെ എത്ര രൂപയായി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, വെള്ളം വേണം, അങ്ങനെയുള്ള ഫുഡ്, അങ്ങനത്തെ ഫുഡിൻ്റെ പേര്, ഉറങ്ങാനുള്ള സ്ഥലം, അങ്ങനെ എന്ത് ചെയ്യുകയാണ്, എവിടേക്ക് പോവുകയാണ്, അങ്ങനെ മാത്രം ഞാൻ ജസ്റ്റ് പഠിക്കുന്ന ആദ്യം നമുക്കത് ഓർമ്മ കിട്ടില്ല. പക്ഷെ ആരെങ്കിലും ഇംഗ്ലീഷ് അറിയുന്ന ആളുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ നോട്ട് പാഡിൽ അത് ആഡ് ചെയ്ത് നോക്കും. എപ്പോഴും ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ നമ്മൾ എടുത്ത് നോക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിലും എനിക്ക് ഈസി ആയിട്ടുള്ളത് ബേസിക് ആയിട്ടുള്ളത് ഞാൻ നോട്ട് പാഡിൽ ആഡ് ചെയ്ത് നോക്കും. ഇപ്പം 2-3 വട്ടം പിന്നെ നോട്ട് പാഡ് എടുത്ത് നോക്കുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി അത് ഓർമ്മ വരും, മൈൻഡിൽ അത് കയറിയിട്ടുണ്ടാവും. അപ്പം അത് തന്നെ പിന്നെ വെച്ചിട്ട് പോകും. പക്ഷെ ചൈനയിലൊന്നും ഒട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല അവരുടെ ഒരു ഭാഷ. ടൈം എടുക്കും പഠിക്കാൻ. അവരുടെ ഒരു ആക്സെന്റ് ഇംഗ്ലീഷ് തന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയുന്നവരിങ്ങനെ അത്രയും റയറാണ്, എന്നാലും അത് മനസ്സിലാവില്ല.
നമ്മളിങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് ഈ പറഞ്ഞ പോലെ ഭാഷയാണ്, മറ്റൊന്ന് ഭക്ഷണമാണ്. ഇപ്പൊ അരുണിമയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം പലപ്പോഴും ഒരു പ്രശ്നമായിട്ട് കാണാറില്ല. ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബിഹൈൻഡ് ദ ക്യാമറ ഉണ്ടാകും, ചില ഘട്ടങ്ങളിലൊക്കെ ഫുഡ് പോയ്സൺ ഒക്കെ വന്നിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി അരുണിമ എല്ലാ ഭക്ഷണങ്ങളും ആസ്വദിക്കുന്ന, എല്ലാ ഭക്ഷണങ്ങളും ടേസ്റ്റ് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. അതെങ്ങനെയാണ് ഫുഡ് പെട്ടെന്ന് ഒരു അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഞാനൊരു ഭയങ്കര ഫുഡിയാണ്. എനിക്ക് ഫുഡ് കഴിക്കുക, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ, അതായത് യാത്ര ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ഒരു വില്ലേജിൽ പോയി അവരുടെ കൂടെ താമസിച്ച് അവരുടെ ഇത് അറിയുന്നതും, പിന്നെ രണ്ടാമത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പറഞ്ഞാൽ പുതിയ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ അതാണ് എൻ്റെ ഒരു ഹോബി, അല്ലെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമുള്ള, എൻ്റെ ട്രാവലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസും ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫുഡ് മാർക്കറ്റോ സ്ട്രീറ്റ് ഫുഡ് ഏരിയ ഉണ്ട്, ഞാൻ ഓഫ് കോഴ്സ് ആ സ്ട്രീറ്റ് ഫുഡ് ഏരിയ ആയിരിക്കും ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഏത് ടൈപ്പ് ഫുഡാണെങ്കിലും അത് കഴിക്കാൻ, അത് അഡാപ്റ്റ് ആവുക എന്നല്ല, അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, അങ്ങനെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു ഫുഡിൻ്റെ കാറ്റഗറി, ഇഷ്ടമില്ലാത്ത ഒന്നുണ്ടാവും. അപ്പോൾ ഇഷ്ടമുള്ളത് തന്നെ ഒരു 3-4 ഉണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും മാറി മാറി കഴിക്കുന്നത്. പിന്നെ എക്സ്പെൻസും കൂടെ ഞാൻ നോക്കി വെക്കും. ചിലപ്പോൾ ചിലത് ഇഷ്ടപ്പെടുന്ന ഫുഡ്, ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പി ഒരു 50 രൂപ 60 രൂപയ്ക്കൊക്കെ ചിലപ്പോൾ നല്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ഫുഡ് ഉണ്ടാവും. അപ്പോൾ അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിക്കും. അങ്ങനെ തന്നെയാണ് എനിക്ക്. അങ്ങനെ ഏത് ഫുഡും ഞാൻ, മനുഷ്യന്റെ മാംസം അല്ലാതെ ഏത് കിട്ടിയാലും ഞാൻ കഴിക്കും. അങ്ങനെ എന്ത് കിട്ടിയാലും ഇപ്പോഴും തന്നെ ഞാൻ ഒരുപാട് ബക്കറ്റ് ലിസ്റ്റിലുണ്ട് ഇങ്ങനെ കഴിച്ചു നോക്കാത്ത മീറ്റ് എല്ലാം. അപ്പോൾ എല്ലാ തരത്തിലും. പക്ഷെ പല ആളുകളും അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ മാറ്റി നിർത്താറൊക്കെ ഉണ്ട്. അത് നീ ആ പുഴുവിനെ കഴിച്ചിട്ട് വന്ന് നീ അത് കഴിച്ചിട്ട് എന്നെ തൊടണ്ട, അങ്ങനെയൊക്കെ പറയുന്ന കുറെ പേരുണ്ട്. അവര് നമ്മളുടെ, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ കാണാത്തൊരു കാര്യം മറ്റുള്ള ഒരാൾ ചെയ്യുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പല ആളുകൾക്കും കഴിയാറില്ല. അത് അവരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനെയും കാണാത്തൊരു കാര്യം അത് പെട്ടെന്ന് അഡാപ്റ്റ് ആവില്ലല്ലോ അവർക്ക്. അതുകൊണ്ടാണ്. അത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ അരുണിമയുടെ ഫാമിലി നല്ല ഫുൾ സപ്പോർട്ടാണെന്ന് അരുണിമ വ്ളോഗ്സിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, യാത്ര തുടങ്ങുമ്പോഴായാലും. പക്ഷേ ഒരു ഭാഗത്ത് ഇതുപോലെ നമ്മളെ നെഗറ്റീവ് അടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു പരിധിവരെ അവരെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ ജീവിതത്തിന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അരുണിമ അല്ലെ ഒരു പെൺകുട്ടിയാണ്, അങ്ങനെ യാത്ര പോകണ്ട ആ രീതിയിലുള്ള വീട്ടുകാരിൽ നിന്നാണ്, ആ വീട്ടുകാര് അടുത്ത ആളുകളുടെ ഭാഗത്ത് അങ്ങനെ സംസാരം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പെട്ടെന്ന് ഒരു ദിവസം എന്നാൽ ലോക്ക്ഡൗൺ തീർന്നു അങ്ങനെ ബാഗും തൂക്കി ഇറങ്ങിയ ഒരാളല്ല ഞാൻ. പണ്ട് തൊട്ടേ യാത്രകൾ ചെയ്യാറുണ്ട്. മാത്രമല്ല എൻ്റെ ഫാദറിന് കൂടെ തന്നെ സൗത്ത് ഇന്ത്യയിലെല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, പെട്ടെന്നൊരു ദിവസം പോകുന്നതല്ലല്ലോ. അപ്പോൾ ഓൾറെഡി അവർക്ക് അറിയാം, എന്നെ കാണുന്ന എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് അറിയാം ഞാൻ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരാളെ, ഒതുങ്ങിയിരിക്കുന്ന ഒരാളല്ലാന്ന്. അപ്പോൾ ഞാൻ ആക്ച്വലി വീട്ടിൽ നിന്ന് ഞാൻ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പാലക്കാടുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി നേരെ നോർത്ത് ഈസ്റ്റിൽ പോയത്. പിന്നീട് ഞാൻ അവിടെ എത്തി ഫോട്ടോ ഇട്ടപ്പോഴാണ് അവർ പറഞ്ഞു നീ എവിടെയാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. കാരണം സെക്കൻഡ് ലോക്ക്ഡൗണിൻ്റെ ടൈമാണ്. അപ്പോൾ ലോക്ക്ഡൗണിൽ നീ എവിടേക്ക് പോകാന്ന് പറഞ്ഞിട്ടാണ് ആ ടൈമിൽ പോണ്ട എന്ന് പറഞ്ഞു. കാരണം ലോക്ക്ഡൗൺ ആണല്ലോ. ആ ലോക്ക്ഡൗൺ ടൈമിൽ ഞാൻ അവിടേക്ക് യാത്ര ചെയ്തു. അപ്പോൾ അത്ര ഉണ്ടാവുള്ളൂ. അല്ലാതെ ഞാൻ ഒരുപാട് എൻ്റെ വീട്ടിൽ ഞാൻ ഇന്നേ വരെ പെർമിഷൻ ചോദിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുന്നേ ഇല്ല. ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ അവരോട് അത് പറയുന്നു. ചിലപ്പോൾ ഞാൻ അവിടുന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി പോയിട്ട് വേറെ എവിടെ എത്തുന്നു, അവിടെ എത്തിയിട്ട് അവർ വിളിച്ചു ചോദിക്കുമ്പോൾ എവിടെയാന്ന് വെച്ചാൽ ഞാൻ കള്ളൊന്നും പറയാറില്ല. എവിടെയാന്ന് വെച്ചാൽ അവിടെ പറയും. അപ്പോൾ അവർ ജസ്റ്റ് സേഫ് ആണോ, എവിടെ ആരാളുടെ കൂടെ, എന്താണ്, ഒറ്റയ്ക്കാണോ, ആദ്യം ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുമായിരുന്നു. പിന്നെ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലായോ പിന്നെ അവർ പിന്നെ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നുമില്ല. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എല്ലാവരും പിന്നെ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും എൻ്റെ ചുറ്റുള്ളവരെ. ഭാഷ അറിയാത്ത ആൾക്കാരെ ഞാൻ ഓർക്കുന്നുണ്ട്. എത്യോപ്യയിലെല്ലാം പോയ സമയത്ത് എൻ്റെ ഗ്രാൻഡ്മ വിളിച്ച സമയത്ത്, ഗ്രാൻഡ്മ ഉണ്ട് ഹിന്ദിയിൽ ആഫ്രിക്കക്കാരോട് സംസാരിക്കുന്നു. എൻ്റെ ഗ്രാൻഡ്മയ്ക്ക് ഹിന്ദി അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛമ്മ ഞാൻ ഇന്ത്യയിലല്ല, എന്താ അത് മറന്നുപോയോ? അവര് പെട്ടെന്ന് ഓർക്കുമ്പോൾ അവർക്ക് അറിയാത്തൊരു ഭാഷ പെട്ടെന്ന് വേറെ അറിയുന്നൊരു ഭാഷ അവർ സംസാരിച്ചു പോകും. അപ്പൊ അങ്ങനെ കുറെ. ഇപ്പോൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടും വീട്ടിൽ നിന്ന് വിടാത്ത ആളുകളുണ്ടാവും. ഇപ്പോൾ കാസർഗോഡുള്ള ഒരാൾക്ക് കോഴിക്കോടേക്കോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് തിരുവനന്തപുരത്തേക്കോ ഒന്നും ഒറ്റയ്ക്ക് പോകാൻ ചിലപ്പോൾ വീട്ടുകാർ വിടില്ല, അല്ലെങ്കിൽ അവർക്ക് സ്വയം പോകാനുള്ള ഒരു ഭയം ഉണ്ടാവും.
അങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്ന അല്ലെ അങ്ങനെ പരിമിതികൾക്കുള്ളിൽ നിൽക്കുന്ന ആളുകളോട് അരുണിമയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ആക്ച്വലി അങ്ങനെ ഒരു സംഭവം കിട്ടാത്തതുകൊണ്ട് എനിക്കത് വല്ലാതെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. എന്താ കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെ ഞാൻ ചോദിച്ചൊരിതില്ല, വിടില്ല എന്നല്ല, ഞാൻ ചോദിക്കുന്നില്ലല്ലോ, എന്നാലല്ലേ വിടുന്നൊരു സിറ്റുവേഷൻ അവിടെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരുപാട് മനസ്സിലായി. പക്ഷെ എന്നാൽ എനിക്കറിയുന്ന ഒരുപാട് പെൺകുട്ടീന്ന് മാത്രമല്ല കേട്ടോ, ആൺകുട്ടികളെ തന്നെ നീ അവിടെ പോയിരിക്കുക, 10 മണിക്ക് വീട്ടിൽ കയറണം, അല്ലെങ്കിൽ അങ്ങനെ പോരുത്, അവിടെ പോരുത് എന്നുള്ള റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളുടെ പാരൻസ് പേടിയാണ് ആക്ച്വലി. കാരണം ചെറിയ കുട്ടികളെ വരെ റേപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ന്യൂസ് എല്ലാം കാണുന്നത് ഇതല്ലേ, അപ്പോൾ പുറത്തെ ലോകം അവർ കാണുന്നില്ല. സ്വന്തം നാട്ടിൽ ഇങ്ങനെയാണെങ്കിൽ പുറത്ത് അതിൽ കൂടുതൽ മോശമായിരിക്കും. അങ്ങനെയുള്ള ആളുകളാണെന്ന് വിചാരിച്ച് പകുതി ആളുകളും വിടാത്തത് ടെൻഷൻ കൊണ്ടാണ്. അതായത് എൻ്റെ മക്കൾ സേഫ് ആയിരിക്കണം, ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി പോയി കഴിഞ്ഞാൽ സേഫ് ആവില്ല എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് പകുതി പേരും വിടാത്തത്. പക്ഷെ നമ്മളുടെ പാരൻസിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, കൺവിൻസ് ചെയ്യുക അത് സംഭവിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വന്നാൽ എൻ്റെ കയ്യിൽ സെൽഫായിട്ട് അത് ചെയ്യാനുള്ള എൻ്റെ കയ്യിൽ ടൂൾസോ കാര്യങ്ങളോ ഉണ്ട്. സോ എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ സർവൈവ് ചെയ്ത് മൂവ് ഓൺ ചെയ്യാൻ പറ്റുമെന്ന് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. പിന്നെ പല വീടുകളിലും തീരെ വിടാത്ത ആളുകളുണ്ടാവും. അപ്പോൾ എന്താ പറയുക, മാക്സിമം കൺവിൻസ് ചെയ്യാൻ നോക്കുക, അത്ര. എനിക്കേ പറഞ്ഞില്ല, എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ല. ചില സമയത്ത് ചിലർ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഒരു ഹസ്ബൻഡ് വീട്ടിൽ പോയി താമസിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഹസ്ബൻഡിൻ്റെയും ഹസ്ബൻഡിൻ്റെ മദറിൻ്റെയും പെർമിഷൻ വേണം. അങ്ങനത്തെ ആൾക്കാർക്ക് പിന്നെ ഒരു യാത്രയ്ക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്കോ ഒരു രാജ്യത്തേക്കൊക്കെ പോകാമെന്ന് ചിന്തിക്കാൻ അവരുടെ ഇങ്ങനെ പല ആൾക്കാരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നും. എന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ എന്നെ പക്ഷെ വീഡിയോയിൽ കണ്ടുള്ള പരിചയത്തിൽ അവർ പറയും അരുണിമയെ പോലെ ഒരു ദിവസമെങ്കിലും ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുക എന്നൊക്കെ. കാരണം അവരുടെ സാഹചര്യം അതായിരിക്കും. എല്ലാവർക്കും ഒരേ സാഹചര്യം ആയിരിക്കില്ലല്ലോ. പക്ഷെ നമ്മൾ പയ്യെ ഒറ്റയടിക്ക് ഒന്നും ചെയ്യില്ല. അല്ലാതെ നമ്മൾ ഇപ്പോൾ ചില പെൺകുട്ടികൾക്ക് സ്വയമായിട്ട് പേടിയുണ്ടാവും. ഇപ്പോൾ വീട്ടിൽ നിന്ന് വിടാൻ വില്ലിങ് ആയിട്ടുള്ള പാരൻസ് ഉണ്ടാവും. എന്നാൽ പോലും ചെറുപ്പം തൊട്ട് നമ്മളിങ്ങനെ കേട്ട് പെൺകുട്ടികൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ആളുകൾ നമ്മളെ ഉപദ്രവിക്കുന്നു കേട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിൽ ഇത് കേട്ട് വളർന്നുകൊണ്ട് ആ മൈൻഡ് ഒട്ടും ബോൾഡല്ലാതെ ഇരിക്കും ഉണ്ടാവുക. അപ്പോൾ ചെറിയ സ്ഥലം ഞാൻ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ സ്ഥലം ഏതാണോ ആ ഒരു സ്ഥലം ജസ്റ്റ് ഒറ്റയ്ക്ക് പോയി നോക്കുക. പിന്നീട് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ എടുത്ത് തന്നെ നമ്മൾ അടുത്തുള്ള ഡിസ്ട്രിക്റ്റിലേക്ക്, ഇപ്പോൾ പാലക്കാടാണെങ്കിൽ തൃശ്ശൂരിലേക്ക്, പിന്നെ എറണാകുളത്തേക്ക് പോവുക. അപ്പോൾ കുറച്ചും കൂടെ, അതായത് ഞാൻ പാലക്കാട് ആയതുകൊണ്ട് തന്നെ പാലക്കാടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കില്ല എറണാകുളത്ത് ഉണ്ടാവുക. ഇപ്പം എറണാകുളത്തുള്ള പോലെ ആയിരിക്കില്ല ബാംഗ്ലൂർ ഉണ്ടാവുക. അപ്പം അതുപോലെ പയ്യെ കുറച്ച് സിറ്റിയിലേക്ക് വരുമ്പോൾ കുറേ ആളുകളെ കാണും. അപ്പോൾ കുറേ ആളുകളെ കണ്ട് സംസാരിക്കുമ്പോൾ തന്നെ കുറേ നല്ല ആളുകളുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ബോൾഡായിട്ടുള്ളൊരു ഇത് കിട്ടും. നമുക്ക് കുറച്ചുകൂടെ നമ്മളെ മൈൻഡ് സ്ട്രോങ് ആവും. അപ്പം നമുക്ക് എവിടുന്നോ ഒരു കോൺഫിഡൻസ് കിട്ടും, ഒറ്റയ്ക്ക് പോകാൻ പറ്റും. ഒരു വട്ടം പറ്റില്ല എന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പറ്റും എന്ന് മനസ്സിലാവും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതാണ് ഇതിൻ്റെയൊക്കെ. ഇനിയിപ്പോൾ വീട്ടിലെ ഹസ്ബൻഡ് ആയാലും ബ്രദർ ആയാലും സിസ്റ്റർ ആയാലും വാട്ടെവർ എന്താണെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികളിൽ പേടി ഞാൻ വളരെ കുറവാണ് ഞാൻ കണ്ടിട്ടുള്ളത്, വളരെ കുറവ്. അത് ഈവൻ ഒരു എബോവ് 35-40 കഴിഞ്ഞിട്ടുള്ള ആളുകളിലായപ്പോലും ജോലിയുള്ള ആൾക്കാരെ ബോൾഡായിട്ടാണ് ഞാൻ, അതായത് എന്ത് ജോലി ആയിക്കോട്ടെ പക്ഷെ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളുകൾ. അതായത് എല്ലാ ആൺകുട്ടികളെ പോലെ എല്ലാ പെൺകുട്ടികൾക്കും ജോലിയില്ല. ഇപ്പം ജോലിയുള്ള പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ട് പൈസ കിട്ടുന്ന സമയത്ത് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ആ ഒരു ഇതുണ്ടാവണം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, ഇനി എന്താണെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുക. അത് നമ്മൾ സ്വന്തം വീട്ടിലാണെങ്കിലും നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും എവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിലും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, അതായത് നമുക്ക് പേടിയൊക്കെ വരുന്നത്, എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. കാരണം ഞാൻ +2 കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫീസ് മാത്രം എൻ്റെ വീട്ടുകാരടച്ച്, ഞാൻ താമസിക്കുന്ന റെൻറ്റ് വരെ ഞാൻ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് ഞാൻ വീട്ടുകാരത്തിന് പൈസ മേടിച്ച് ഞാൻ ഓർക്കുന്ന പോലും ഇല്ല. ഈ അടുത്തൊന്നും ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ 24 വയസ്സുള്ളൂ, പക്ഷെ ഞാൻ 18 വയസ്സ് മുതൽ ഞാൻ ഓർക്കുന്ന പോലും ഇല്ല. ഇങ്ങനെ പൈസ മേടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അതേപോലെ തിരിച്ചയച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒരു 50,000 മേടിച്ചിട്ട് ഞാൻ 50,000 തിരിച്ചിട്ടുണ്ടാവും. ഞാൻ പറയാം റോൾ ചെയ്യാൻ വേണ്ടി മേടിക്കും. അല്ലാതെ ഞാൻ ഇങ്ങനെ അല്ലാതെ ക്യാഷ് ആയിട്ട് അവരെനിക്ക് അയച്ചു തരാം അങ്ങനെ ഇല്ല. ഞാൻ മേടിക്കില്ല, ഞാൻ കൊടുത്താൽ അവരും മേടിക്കില്ല, അങ്ങനെയാണ്. കാരണം ക്യാഷ് ഉള്ളപ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു പവറാണത്. അത് ആരില്ല എന്ന് പറഞ്ഞാലും അതൊരു ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അത് ഏത് ജെൻഡർ ആണെങ്കിലും കേട്ടോ, പെണ്ണലാണേലും ഇനി ഏത് ജെൻഡർ ആണെന്നുണ്ടെങ്കിലും
ബേസിക് ആയിട്ട് വേണ്ട ഫസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്ക് ഇനി യാത്ര ചെയ്യണമെന്നില്ല. നമ്മളെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും പോലും അത്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് കുറേ അറിയുന്ന യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ കുറേ സ്ഥലത്ത് പോയി വളണ്ടിയറിങ് ചെയ്യുന്നുണ്ട്. അതായത് പക്ഷെ അവരുടെ കഴിവിൽ കോൺഫിഡൻ്റ് ആയിരിക്കും. പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട്, ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ ആ ഒരു ഹോസ്റ്റലിലൊക്കെ പോയിട്ട് അവരവിടെ ഫുൾ പെയിൻറ്റിങ് ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ ഒരു വോളൊക്കെ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരവിടെ ഭക്ഷണം കൊടുത്ത് താമസം കൊണ്ടും ചെറിയ പൈസ കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണം. അതാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ആ ഒരു ഹോസ്റ്റലിനെ ഡിപ്പെൻഡ് ചെയ്തില്ല. നമ്മൾ ചെയ്ത വർക്കിൻ്റെ എഫേർട്ട് എടുത്തതിൻ്റെ റിസൾട്ടായിട്ടാണ് ആ പേയ്മെൻറ്റ് കിട്ടുന്നത്. സോ എന്താണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു 10 രൂപയും 10 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു ഇതാണ്. ഞാനിപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നതായെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞോ ഇനി ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്താണെങ്കിലും ഇപ്പോൾ കല്യാണം കഴിഞ്ഞാന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഹസ്ബൻഡിന് നല്ല ജോലിയാണ്, അതായത് വീട്ടിലിപ്പോൾ പെങ്കൊച്ച് ചെയ്യേണ്ട കാര്യമില്ല, കോടികൾ ഉണ്ടാക്കുന്നുണ്ട്, ഓക്കെ. പക്ഷെ നാളെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹസ്ബൻഡിന്റെ അറിയാതെ ഹസ്ബൻഡിന്റെ പൈസ തന്നെ എടുത്തിട്ട് ഒരു സാധനം മേടിക്കണം, അല്ലെങ്കിൽ അപ്പോൾ പിന്നെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യും. ആ ഒരു സമയത്ത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മേ ബി ഹസ്ബൻഡിന്റെ കാർഡെല്ലാം കയ്യിലായിരിക്കും, എന്നാൽ പോലും നമ്മൾ ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഒരു സാധനം മേടിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് വേറെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ബേസിക്കലി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വന്നോളും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. റൈറ്റ്. അരുണിമ, ഇപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് തോന്നിയിട്ടുള്ള ഒരു സ്ഥലമുണ്ടോ, രാജ്യങ്ങളുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ലാസ്റ്റ് സിംഗപ്പൂർ പോയ സമയത്ത് എനിക്ക് കുറച്ച് ഒറ്റപ്പെട്ട ഒരു തോന്നലുണ്ടായി. സിംഗപ്പൂർ എന്ന് പറയുന്നത് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അതായത് യൂറോപ്പിനേക്കാളൊക്കെ, അതായത് ലോകത്തിൽ തന്നെ എത്ര 3rd മോസ്റ്റ് എക്സ്പെൻസീവ് കൺട്രിയാണ്. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാനവിടെ എത്തിയതിന് ശേഷമാണ് എനിക്ക് അറിഞ്ഞത്. എനിക്ക് അറിയുന്ന കുറേ ആളുകളുണ്ടായി, എന്നാൽ പോലും അവിടെ എന്ന് പറയുന്നത് ഒരുപാട് വലിയ സിറ്റിയാണ്, ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ്. അപ്പോൾ അവിടെ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസയായിട്ട് ജസ്റ്റ് ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും ആ ഒരു സിറ്റി ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക, ജസ്റ്റ് ആ ഒരു വൈബുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങി നടന്ന സമയത്ത് ഒരൊറ്റപ്പെട്ട ഫീല് തോന്നി. ഞാൻ വെറും 2 ദിവസമാണ് അവിടെ താമസിച്ചത്. പിന്നെ എനിക്ക് മടുപ്പ് തോന്നി. പിന്നീട് പോയില്ല എന്നല്ല, എന്നാലും എനിക്കൊരു മടുപ്പ് തോന്നി. അതായത് ഞാൻ ഇത്ര രാജ്യങ്ങളിൽ പോയ എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ മനസ്സുകൊണ്ട് എനിക്കൊരു മടുപ്പ് തോന്നിയൊരു സ്ഥലം സിംഗപ്പൂരാണ്. ഞാൻ മോശമാക്കി പറയുന്നതല്ല, എൻ്റെ ഒരു അനുഭവം അതായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യത്ത് പോയിട്ടും 2 days നിന്ന ഒരു രാജ്യവും ഞാനില്ല, ഒരു രാജ്യത്തും ഇല്ല. ഇപ്പോൾ 1 month വിസ എടുത്ത ഒരു രാജ്യത്താണെങ്കിൽ ഞാൻ മിനിമം ഒരു 2-3 weeks അവിടെ നിന്നിട്ടുണ്ടാവും. സോ നമ്മളൊരു സ്ഥലത്ത് എത്തിപ്പെടുന്ന സമയത്ത്, ഒരു രാജ്യത്ത് എത്തുന്ന സമയത്ത് ഇന്ന സ്ഥലത്തൊക്കെ പോകാമെന്ന് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അല്ല, എത്തുന്ന സ്ഥലത്ത് എത്തുകയാണ്. ഞാൻ ആക്ച്വലി മാപ്പ് നോക്കിയിട്ട് ഞാൻ തന്നെ അതെങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാനറിയില്ല, എങ്ങനെ അറിയില്ല, ഞാൻ തന്നെ അതൊരു ഐഡിയ ഉണ്ടാവും. ഞാൻ മാപ്പ് നോക്കിയിട്ട് ജസ്റ്റ് റൂട്ട് നോക്കും. അപ്പോൾ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നോക്കും. കാരണം നോർത്തും ഈസ്റ്റും വെസ്റ്റും സൗത്തും ഒക്കെ നോക്കും. അപ്പോൾ എന്നിട്ട് അവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻസ് ഒക്കെ ഞാൻ നോക്കും. അതൊക്കെ ഗൂഗിൾ ചെയ്ത് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ അവിടെ സ്നോ ആണോ, എത്ര ഇതുണ്ട്, ചൂട്. എനിക്ക് ചൂട് ഒരുപാട് ഇഷ്ടമല്ല. അപ്പോൾ റെയിനിങ് ആണോ, എല്ലാം ഞാൻ നോക്കും. അപ്പോൾ ഏതൊക്കെ നല്ല സ്ഥലങ്ങൾ എന്ന് ഞാൻ നോക്കി ഗൂഗിളിൽ എല്ലാം ഫോണിൽ തന്നെയാണ്. അങ്ങനെ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ഓരോ സ്ഥലത്തേക്ക് പോകുന്നത്. ഇപ്പം എല്ലാ സ്ഥലങ്ങളായാലും കിലോമീറ്ററും കൂടെ നോക്കും. കാരണം ചിലപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 1500 കിലോമീറ്ററാണ് വേറൊരു സ്ഥലം എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ അവിടെ പോയിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. എനിക്ക് ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും. ഇവിടുന്ന് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാൻ പറ്റുമോ, അപ്പോൾ ഇത്രയും കിലോമീറ്റർ 1 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമോ, കാരണം എനിക്ക് വിസ അപ്പോൾ തീരും. അപ്പം നെക്സ്റ്റ് ചിലപ്പോൾ ഇവിടേക്കായിരിക്കും പോകുന്നത്. അപ്പം ഇങ്ങനെ എത്താനുള്ള സമയം അവിടെ ഉണ്ടോ, ചിലപ്പോൾ എനിക്കത് അറിയാൻ പറ്റും. ഞാൻ അവിടെ ചെക്ക് ചെയ്യും ഗൂഗിളിൽ അവിടെ എന്താ കാണാനുള്ളത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു 3 days എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1 week നിൽക്കും. ഞാൻ എന്നാലും എക്സ്ട്രാ ഒരു 3 days പ്ലാനിൽ 3 days എനിക്ക് അവിടെ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു 6-7 days ആഡ് ചെയ്തിടും. അപ്പോൾ എനിക്ക് ടൈം അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ഞാൻ തന്നെ അങ്ങനെ ഒരു രാജ്യത്ത് കയറിയതിന് ശേഷം വിസ 3 മാസമൊക്കെ വിസ ഉള്ള ഒരു രാജ്യത്താണ് എനിക്ക് ടെൻഷൻ ഇല്ല. കാരണം ഒരു 1.5 മാസത്തോളം എനിക്ക് എന്തായാലും ടൈം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ സ്ലോ ആയിട്ട് പോകും. പക്ഷെ 1 മാസമൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 15 ദിവസമൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് പ്ലാൻ ആവും. കാരണം വിസ തീരുന്നതിന് മുന്നേ എന്തായാലും എക്സിറ്റ് ചെയ്യണം. ഫൈന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ബ്ലാക്ക് മാർക്കായിട്ട് വരും. അപ്പം അതിന് നിൽക്കാറില്ല. ഇനിയൊരു ഡ്രീം ലാൻഡ് ഉണ്ടോ, എവിടെയെങ്കിലും ഉറപ്പായും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം? അങ്ങനെ ഒരു സ്ഥലമായിരുന്നു ചൈന. അങ്ങോട്ടാണ് ഇപ്പം ഞാൻ പോയത്.
എന്താ പറയാ, കണ്ട് കൊതി മാറിയില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ്. എനിക്ക് ഒട്ടും ആകെ 7 ദിവസമാണ് എനിക്ക് വിസ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഇനി അങ്ങോട്ട് തന്നെ വിസ ട്രൈ ചെയ്തിട്ട് അങ്ങോട്ട് തന്നെ പോകാനില്ല. എനിക്ക് മതിയായതേ ഇല്ല ഒട്ടും. അത് ഇന്ത്യനേക്കാൾ വലിയൊരു രാജ്യമാണ്, പക്ഷെ ഭയങ്കര റൂൾസ് റെഗുലേഷൻസ് കൂടുതലുള്ള ഒരു രാജ്യമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ യാത്ര ചെയ്യാനായാലും അത് വേറൊരു ലോകം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും പോകാൻ ഒരു ഇതുണ്ട്. അരുണിമയുടെ ആഫ്രിക്കൻ യാത്രയുടെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് കമൻസ് നെഗറ്റീവായിട്ടും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു. അത്തരം കമൻറ്റുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അയിനോ അരുണിമ മനസ്സുകൊണ്ട് അതിനൊക്കെ എതിരിടാൻ വേണ്ടിയിട്ടും പാകപ്പെട്ട പക്വതയുള്ളൊരു പെൺകുട്ടിയാണ്. സ്വാഭാവികമായിട്ടും യാത്ര നമുക്ക് ഉണ്ടാക്കി തരുന്നൊരു അനുഭവമുണ്ട്. ഇത്തരം കമൻറ്റുകളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതിനൊന്നും ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ അതിനെ ഒരുപാട് കെയർ ചെയ്യുന്നില്ല. എനിക്ക് എന്താ പറയാ, ലജ്ജയാണെന്ന് തോന്നുന്നു. കാരണം എന്താണ് ആളുകൾ ഇപ്പോഴും, എനിക്ക് തോന്നുന്നു 2024 ഇപ്പൊ, എന്നിട്ടും ആളുകളുടെ ചിന്താഗതി മുന്നിലോട്ടല്ല പുറകിലോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാനത് കെയർ ചെയ്യാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒരാൾക്ക് അതിന് റിപ്ലൈ ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ, ഞാൻ പറഞ്ഞേ ആ ഒരു പോസ്റ്റ് ഇട്ടത് അതിന് മുന്നേ ഇട്ടൊരു വീഡിയോയിലെ കമൻറ്റ് കണ്ടുകൊണ്ട് മാത്രമാണ് ആ ഒരു പോസ്റ്റിൽ ഞാൻ കുറച്ച് എഴുതി ഇട്ടത് പോലും. അല്ലെങ്കിൽ അതുപോലും ഞാൻ കെയർ ചെയ്യുന്നുണ്ടാവില്ല. അത്ര അധികം വന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. സോ എന്ത് ഇതാണെങ്കിലും ഞാനത് കെയർ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞേ സമയമില്ലാത്ത ആളുകളാണ് അത് ഇതാക്കുന്നത്. നമ്മളെ അത് ഇതാക്കുന്നില്ല, എന്നെ അത് ബോധർ ചെയ്യുന്നില്ല. ഞാനത് കെയർ ചെയ്യുന്നേ ഇല്ല. ഞാൻ എൻ്റെ ഫ്ലോയിൽ ഞാൻ പോകും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വേറൊരാൾ എന്ത് വിചാരിക്കും എന്നോർത്ത് ഞാൻ ചെയ്യാതിരിക്കുന്നില്ല. എനിക്ക് മനസ്സിൽ ചെയ്യണം എന്ന് തോന്നിയൊരു കാര്യം ഞാൻ ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ വീട്ടുകാർ ഇന്നേ വരെ എൻ്റെ അടുത്ത് എന്തിനാ നീ ഇൻസ്റ്റയിൽ അങ്ങനെ ഇട്ടത്, അത് ഡിലീറ്റ് എന്ന് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. സോ ഞാനത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ കൂട്ടുകാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെയാണ്. ചില പോസ്റ്റൊക്കെ ഇടുന്ന കണ്ടിട്ട് നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു അങ്ങനെ പറയും. ഞങ്ങളെ കൊണ്ട് അപ്പം എനിക്ക് തോന്നുന്ന ഞാൻ ചെയ്യുന്നുള്ളൂ ഇതിന്റെ പേരിൽ. ചില ആളുകളൊക്കെ ചോദിക്കും, ഈ നേരിട്ട് കാണുമ്പോൾ ആരെങ്കിലൊക്കെ അങ്ങനെ മോശമായിട്ട്. എനിക്ക് ഇതുവരെ അങ്ങനെ ഈ കമന്റ് ഇത്രയൊക്കെ ഇടുന്ന ആൾക്കാരെ, ഇത്ര അധികം ആൾക്കാർ കമന്റ് ഇടുന്നില്ലേ, ഈ കേരളത്തിൽ വരുമ്പോൾ ഞാൻ ഇവരാരും കാണുന്നില്ലല്ലോ. അതായത് നടന്നു പോകുന്ന സമയത്ത് ആരും എൻ്റെ അടുത്ത് ചോദിക്കുന്നോ, മേ ബി ആ ഫോട്ടോയിൽ എന്നെ കണ്ട് തിരിച്ചറിഞ്ഞിട്ടും ആരും എന്നോട് നീ എന്തെങ്കിലും നടക്കുന്നത്, നീ മോശക്കാരിയാണ്, ഇതുവരെ എന്നോട് അങ്ങനെ ആരും ചോദിച്ചില്ല. അതിലുള്ള ധൈര്യമില്ല. എല്ലാവർക്കും ഈ പുറകിൽ നിന്ന് ഫേക്ക് അക്കൗണ്ടിൽ ഉണ്ടാക്കി അക്കൗണ്ടിൽ ഇടാനുള്ള ധൈര്യമുള്ളൂ. നേരിട്ട് കണ്ടാൽ പോലും ആരും വന്ന് പറയാനുള്ള അത്ര പോലും ധൈര്യം ഇല്ലാത്ത ആൾക്കാരെ ഞാൻ എന്തിനാ കെയർ ചെയ്യണേ? ശരിയല്ലേ? അൾട്ടിമേറ്റ്ലി ഒരു ട്രാവലർ എന്ന നിലയിൽ അരുണിമ ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു മൊമെന്റ് എപ്പോഴായിരിക്കും? അതായത് ഞാനൊരു ട്രാവലർ എന്ന നിലയിലാണോ, അല്ലെങ്കിൽ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയ ഒരു വുമൺ എന്ന നിലയിലാണോ, അല്ല ഒരു പ്രൊഫഷണൽ എന്ന നിലയിലാണോ? അരുണിമ ഒരു സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു ലെവൽ എവിടെയാണ്? എനിക്ക് എന്താ പറയാ, കുറെ ആളുകൾ എന്താ പറയുക ഇങ്ങനെ ട്രാവലറാണ്, ഞാൻ ഇത്ര രാജ്യങ്ങളിൽ പോയി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനൊരു വ്ളോഗറാണ് അല്ലെങ്കിൽ ഇങ്ങനെ, അതിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടുന്നത് എന്താ പറയുക ആ ഒരു ഇതാണ്. പിന്നെ എൻ്റെ യാത്രയിലുള്ള എൻ്റെ ചില മൊമെന്റ്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക. പിന്നെ എന്താ പറയുക, ആരെങ്കിലൊക്കെ ഇപ്പോൾ എന്തോരാവശ്യത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ കോഴിക്കോടുള്ള കളക്ടർ അപ്പോൾ ഈ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തോ എനിക്ക് ഭയങ്കര ഒരു ഞാൻ ആരാന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എനിക്ക് സമയമുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, എന്താ പറയുക നമ്മുടെ ടൂറിസ്റ്റ് മിനിസ്റ്ററൊക്കെ ഉണ്ടാവും അതിലെന്ന് പറഞ്ഞ് അങ്ങനെ അയച്ചപ്പോൾ ഞാനിങ്ങനെ വണ്ടറായി പോയി. പ്രൊഫഷണൽ അവിടെ അരുണിമ അതെ അതെ, അതായത് അങ്ങനെ. അപ്പൊ ചില ആളുകളുണ്ടല്ലോ, ഞാൻ ചിന്തിക്കുന്നത് അവര് ഒരുപാട് പ്രൊഫഷണലി ആയാലും വേറെ എന്തെങ്കിലും നിൽക്കുന്ന ആളുകൾ എനിക്ക് മെസ്സേജ് എൻ്റെ വീഡിയോസ് കാണാറുണ്ട്, നല്ലതാന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ്. നോർമൽ ആളുകൾ ഫാനാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കോഴിത്തരം കാണിക്കാൻ വരെ വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും സന്തോഷമില്ലാതെ ഇങ്ങനെ ചില ആളുകൾ, അതായത് പറഞ്ഞില്ലേ പ്രൊഫഷണലി അത്രയും ഇതായിട്ട് നിൽക്കുന്ന ആളുകൾ എൻ്റെ വീഡിയോസ് കാണുന്നു എന്ന് പറയുമ്പോൾ അപ്പം എനിക്കത് വളരെയധികം പ്രൊഫഷണൽ, അതായത് ഞാനൊരു എന്താ പറയുക ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അരുണിമയുടെ ജേർണിയിൽ എല്ലാവിധ സക്സസ്സും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.